My dear students, ഡോക്ടർ ജെയിംസ് ടൈലർ രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്കേവർക്കും വീണ്ടും സ്വാഗതം. ഈ പരമ്പരയുടെ 342 എപ്പിസോഡിൽ ഓറം സൾഫ്യൂറിക്കം എന്ന അധ്യായത്തിൻ്റെ രണ്ടാം ഭാഗമാണ് നമ്മൾ പരിഗണിക്കുന്നത്. ഈ ഭാഗത്ത് അതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ചില പർട്ടിക്കുലർ സിംപ്റ്റംസാണ്. പർട്ടിക്കുലർ സിംപ്റ്റംസ് എന്ന് പറഞ്ഞാൽ വളരെയധികം പ്രാധാന്യമുള്ളത്, മറ്റു പല ഔഷധങ്ങളും കാണാത്തത്, നിരവധി മാറാരോഗങ്ങളെന്ന് പോലും പറയപ്പെടുന്ന ചില അവസ്ഥകളിൽ, കണ്ണിൻ്റെ മറ്റൊക്കെ അവസ്ഥകളിൽ വളരെയധികം സൗഖ്യദായകമായ ചില ലക്ഷണങ്ങൾ നമുക്കിത് കണ്ടെത്താൻ സാധിക്കും. നമുക്കതിലേക്ക് പ്രവേശിക്കാം. ദ ഐലിഡ് സ്റ്റിക്ക് ടുഗദർ ഇൻ ദ മോർണിംഗ്, ഡിസ്ചാർജ് ഓഫ് യെല്ലോ മ്യൂക്കസ് ഫ്രോം ദ ഐസ്, ഹീറ്റ് ഇൻ ഐസ്. കണ്ണിൽ നിന്ന് മഞ്ഞ നിറത്തിലുള്ള സ്രവങ്ങൾ വരുന്നു, മറ്റു പല സ്രവങ്ങൾ വരുന്നു. അതുകൊണ്ട് നേരം വെളുത്ത് എഴുന്നേൽക്കുമ്പോൾ കൺപോളകൾ കൂടിച്ചേർന്ന് ഒട്ടിയിരിക്കുന്നു, കണ്ണിൽ ചൂടനുഭവപ്പെടുന്നു. ഇൻഫ്ലമേഷൻ ഓഫ് ദ ഐസ്, കാറ്റാറൽ, സ്ക്രോഫുലസ്, സിഫിലിസ് ഓഫ് ഷാങ്ക്രോയിഡ് വിത്ത് അൾസറേഷൻ ഓഫ് കോർണിയ ഓഫ് ഐറിസ്. അപ്പോൾ കണ്ണുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ട്യൂബർക്കുലർ നേച്ചറുള്ള ചെറിയ കുരുക്കളും മറ്റുമൊക്കെ വരാം, അല്ലെ കണ്ണിൽ അനിയന്ത്രിതമായ ചലനങ്ങൾ വരാം, പ്രകാശത്തോടുള്ള ഭയം വരാം, അങ്ങനെയുള്ള പല പല അവസ്ഥകൾ. സിഫിലിസുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, വ്രണങ്ങൾ, വീക്കം, കഫം വലിക്കൽ ഒക്കെ, വ്രണങ്ങൾ, കോർണിയയിൽ വ്രണങ്ങൾ, ഐറിസിൽ, കൃഷ്ണമണിയിൽ എല്ലായിടത്തും വ്രണങ്ങളും ഒക്കെ ഉണ്ടാകാം. ഇച്ചിങ് ഓഫ് ലിഡ്സ് ഓഫ് കാന്തി, കൺപോളകൾ, കടക്കണ്ണിലൊക്കെ ചൊറിച്ചിൽ. മച്ച് ആൻഡ് ഈസി ലാക്രിമേഷൻ, കണ്ണീര് ഒലിക്കൽ ധാരാളമായിട്ടുണ്ടാകുന്നു, വളരെ വേഗത്തിലുണ്ടാകുന്നു. ഒപ്പേസിറ്റി ഓഫ് ദ കോർണിയ, കോർണിയയുടെ സുതാര്യത നഷ്ടപ്പെട്ടു പോകുന്നു. തിമിരം എന്നൊക്കെ പറയുന്നൊരവസ്ഥ, അത് ക്യാപിറ്റൽ ലെറ്റേഴ്സിനെ കൊടുത്തിരിക്കും, അപ്പോൾ വളരെ പ്രാധാന്യമുണ്ടത്. പെയിൻ ഇൻ ദ ഐസ് ഫ്രം മോഷൻ വെൻ റീഡിങ്, ഏക്കിംഗ്, ബേണിംഗ് ഇൻ ദ ഐസ് ആൻഡ് കാന്തി, കട്ടിങ്, പ്രസ്സിങ് ആസ് ഫ്രം സാൻഡ്, സ്റ്റിച്ചിങ്. ഇപ്പോൾ കണ്ണുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി പ്രശ്നങ്ങളാണ്. വേദന ചലനം കൊണ്ട് വർദ്ധിക്കുന്നു, വായന കൊണ്ട് വർദ്ധിക്കുന്ന വേദന, അത് നൊമ്പരം പോലെ, പൊള്ളുന്ന പോലെ, കടക്കണ്ണിൽ പൊള്ളൽ, വെട്ടുന്ന പോലെ വേദന, ഞെക്കുന്ന പോലെ, മണ്ണ് വീണതുപോലെ, കുത്തുന്നത് പോലെ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ലക്ഷണം പറയുകയാണ്. പാരലിസിസ് ഓഫ് ദ ഒപ്റ്റിക് നെർവ്, നേത്രനാടി തളർന്നു പോകുന്നു. നേരത്തെ പല ഔഷധങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മൾ കാഴ്ചക്കുറവുണ്ടാകുന്നു. ഞാൻ 1-2 പേരുടെ ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. കേരളത്തിലും വിദേശത്തും ചികിത്സ നടത്തിയ, ഹോമിയോപ്പതി ചികിത്സ നടത്തി അതിന് നല്ല തോതിൽ ശമനം ലഭിച്ച കേസുകൾ പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മളെ സംബന്ധിച്ചോളം ശരിയായ രീതിയിൽ കേസെടുത്ത് കൃത്യമായൊരു ഔഷധം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പം മാറുന്ന കാര്യമാണ്. പക്ഷേ അത് വലിയ സങ്കീർണമായൊരു പ്രശ്നമായി, വളരെയധികം പണച്ചിലവുള്ളൊരു പ്രക്രിയയായിട്ടൊക്കെയാണ് അത് പലപ്പോഴും മാറുന്നത്. അപ്പോൾ ഇതൊക്കെ ശരിയായ രീതിയിൽ മനസ്സിലാക്കിയാൽ, ശരിയായ രീതിയിൽ ഔഷധം സെലക്ട് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രയോ ആളുകളെ സുഖപ്പെടുത്താൻ പറ്റും. ഫോട്ടോഫോബിയ, പ്രൊട്രൂഷൻ ആൻഡ് പൾസേഷൻ ഓഫ് ഐസ്, പ്രകാശത്തോട് ഭയം, കണ്ണ് പുറത്തേക്ക് തള്ളി വരുന്നു, കണ്ണിൽ വിങ്ങൽ, പൾസേഷൻ ഇറ്റാലിക്സിലാണ്. ദ പീപ്പിൾസ് ആർ കോൺട്രാക്റ്റഡ്, പീപ്പിൾ ചുരുങ്ങി പോകുന്നു. റെഡ്നെസ് ഓഫ് ദ ഐസ് ഓഫ് ലിഡ്സ്, കണ്ണിൽ ചുവപ്പ് നിറം, കൺപോളയിലും ചുവപ്പ് നിറം. സ്ക്രോഫുലസ് അഫക്ഷൻസ് ഓഫ് ഐസ്, കണ്ണുമായിട്ട് ബന്ധപ്പെട്ട നേരത്തെ പറഞ്ഞ പോലെ സ്ക്രോഫുലസ് എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ കണ്ണുമായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു ക്ഷയം സംബന്ധമായ പ്രശ്നങ്ങൾ, കണ്ണിൽ ചെറിയ മുഴകൾ, കണ്ണിന് അനിയന്ത്രിത ചലനങ്ങൾ, പ്രകാശത്തോടുള്ള ഭയം, ഒത്തിരി പ്രശ്നങ്ങൾ. അത് ഇവിടെ ഇറ്റാലിക്സ് കൊടുത്തിരിക്കുന്നത്, നേരത്തെ ക്യാപിറ്റൽ ലെറ്റേഴ്സിലായിരുന്നു. അപ്പോൾ ആ സ്ക്രോഫുലസ് നേച്ചറിന് വളരെയധികം പ്രാധാന്യമുണ്ട്. സ്പോട്സ് ഓൺ ദ കോർണിയ, സ്റ്റെയിനിയർ ഔട്ടർ കാന്തസ്, അപ്പോൾ കടക്കണ്ണിൻ്റെ പുറഭാഗത്ത് കുരു, അവിടെ കുരു, കൺപോളകൾ വീർത്തിരിക്കുന്നു, കോർണിയയിൽ ചെറിയ പാടുകൾ ഉണ്ടാകുന്നു. ഫ്ലോട്ടിംഗ് ബ്ലാക്ക് സ്പെക്സ് ഇൻ ദ ഫീൽഡ് ഓഫ് വിഷൻ, നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ദൃശ്യപരിധിയിൽ കറുത്ത നിറത്തിലുള്ള പൊട്ടുകൾ ഇങ്ങനെ ഒഴുകി നടക്കുന്ന പോലെ. ഡിം വിഷൻ, അത് ക്യാപിറ്റൽ ലെറ്റേഴ്സാണ്, കാഴ്ച മങ്ങിപ്പോകുന്നു. ഡിപ്ലോപ്പിക്, ഇരട്ടക്കാഴ്ച ഉണ്ടാകുന്നു. ഓൾ ദ ഐ സിംറ്റംസ് ആർ വേഴ്സ് ഫ്രം എനി എക്സർഷൻ ഓഫ് വിഷൻ, കാഴ്ച സംബന്ധമായ എന്തൊരു അധ്വാനം കൊണ്ടും കണ്ണിൻ്റെ എല്ലാ പ്രശ്നങ്ങളും വർദ്ധിക്കും. ഫോഗി വിഷൻ,
മൂടൽമഞ്ഞിലൂടെ എന്ന പോലെ കാണുന്നു, അത് ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ്. ഹെമിയോഫിയ ക്യാൻ സീ ഓൺലി ദ ലോവർ ഹാഫ് ഓഫ് ഒബ്ജക്ട്സ്. നേരത്തെ വർഷത്തിൽ പകുതി മേലേക്ക് മാത്രമേ കാണുള്ളതുകൊണ്ട് ഇവിടെ ഒരു പകുതിയുടെ താഴേക്ക് മാത്രം കാണുന്നു. വിഷൻ ലോസ് ഫ്രം പാരലിസ് ഓഫ് ദ ഓപ്റ്റിക് നെർവ്സ്. എത്ര നാഡികളുടെ തളർച്ച കൊണ്ട് കാഴ്ച നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥ. വിഷൻ സ്മോക്കി സ്പാർക്ക് സ്റ്റാർസ്. പുകയിലൂടെ കാണുന്നത് പോലെ, കണ്ണിലിങ്ങനെ സ്ഫുരണങ്ങൾ തീ പാറുന്നത് പോലെ നക്ഷത്രങ്ങൾ കാണുന്നു. നക്ഷത്രം എണ്ണിപ്പോയി എന്നൊക്കെ പറയില്ല, അങ്ങനെയൊക്കെ വരുന്നു. ഞാൻ ഈ ഭാഗങ്ങളൊക്കെ വായിച്ച് കേൾപ്പിച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഒരു ജർമ്മൻ പൗരനായ ഒരാളെ ഹോമിയോപ്പതിയിലേക്ക് കൊണ്ടുപോയി സൗഖ്യപ്പെടുത്തിയ കാര്യം. ഈ ഭാഗങ്ങളടക്കം ഞാൻ വായിച്ച് കേൾപ്പിച്ചു കൊടുത്തു ആളെ ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട്. വലിയ ശാസ്ത്രീയ ചിന്തയുടെ ആളുകളായിരുന്നു അവരൊക്കെ. ഡിസ്ചാർജ് ഫ്രം ദ ഇയർ, ഫെറ്റിഡ്, ഒഫൻസീവ്, പ്യൂർലന്റ്, സിക്കൽ ആഫ്റ്റർ സപ്രസ്ഡ് eruptions. The ears are red, dryness in the ears, scanty wax, stitching of the ears, noises, buzzing, cracking, fluttering, humming, ringing, roaring, rushing sounds. കാതുമായിട്ട് ബന്ധപ്പെട്ട് ഇല്ലാത്ത പ്രശ്നങ്ങളില്ല. കാതിൽ നിന്നും സ്രവങ്ങൾ, ദുർഗന്ധമുള്ള സ്രവങ്ങൾ വളരെയധികമായിട്ട് കട്ടിയായിട്ട് വരുന്നു. സപ്രസ്ഡ് eruption, കാതിൽ കുരുക്കളുണ്ടായി അതിനെ സപ്രസ് ചെയ്യുന്നുണ്ട്. സപ്രസീവ് ട്രീറ്റ്മെൻറ്റ്സ് എടുത്തിട്ട് അതിൻ്റെ പരിണിത ഫലമായി ഉണ്ടാകുന്ന കാര്യങ്ങൾ എന്താണെന്ന് പറയുന്നില്ല. ഏതായാലും കാതിലെ കുരുക്കളെ സപ്രസ് ചെയ്തുകൊണ്ട് ഉണ്ടാകുന്ന പരിണിത ഫലങ്ങളെ ഓറം സൾഫ്യൂറിക്കം കവർ ചെയ്യുന്നുണ്ട്. ഈ കാതില് വരണ്ട അവസ്ഥ, ചുമന്ന നിറം, ചെവിപ്പികളെ കുറവ്, ആവശ്യത്തിന് പോലുമില്ല, കാതിൽ കുത്തുന്ന പോലെ വേദന, ശബ്ദങ്ങൾ, മൂളല്, പൊട്ടുന്ന പോലെ വേദന, ഫ്ലട്ടറിങ്, ഹമ്മിങ്, മൂളല്, റിങ്ങിങ്, റോറിങ്, എല്ലാത്തരം ശബ്ദങ്ങളും ചെവിയിലുണ്ട്. പെയിൻ ഇൻസൈഡ് ദ ഇയർ, ചെവിയുടെ അകത്ത് വേദന. സ്റ്റിച്ചിങ് ഇൻ ആൻഡ് ബിഹൈൻഡ് ഇയേഴ്സ്, ചെവിയുടെ അകത്തും ചെവിയുടെ പുറത്തുമൊക്കെ കുത്തുന്ന പോലെ വേദന. ടിയറിങ് ഇൻ ഇയേഴ്സ്, ചെവിയിൽ ഇങ്ങനെ വലിച്ചു കീറുന്ന പോലെ വേദന. ദ ഇയേഴ്സ് ബേൺ, ചെവിയിൽ പൊള്ളല്. ഹിയറിങ് അക്യൂട്ട്, ഫോർ നോയിസ് ഇംപയർഡ് ലോസ്റ്റ്, ഒച്ചകൾ, സംഗീതമുള്ള ഒച്ചകളോടുള്ള സംവേദനക്ഷമത കൂടുന്നു. അത് നല്ല കാര്യമല്ല. എളുപ്പം കേൾക്കുന്നു, അനാവശ്യമായുള്ള ഒച്ചകൾ എളുപ്പം കേൾക്കുന്നു. കുറച്ച് കഴിയുമ്പോഴേക്കും അത് കുറയുന്നു, പിന്നെ കേൾവി ഇല്ലാതാകുന്നു. ഇംപയർഡും ലോസ്റ്റും കുറയലും ഇല്ലാതാകലും പ്രാധാന്യമുണ്ട്. ഇറ്റാലിക്സിലാണ് കൊടുത്തിരിക്കുന്നത്. കാറ്റാറ ഓഫ് നോസ്, ഡിസ്ചാർജ്, ബ്ലഡി, ഡ്രൈ കസ്റ്റ്, വേഴ്സ് ഓൺ റൈറ്റ് സൈഡ്, ഗ്രീനിഷ്, ഹാർഡ്, ഒഫൻസീവ്, പ്യൂർലൻ, തിക്ക് യെല്ലോ. അപ്പോൾ മൂക്കിൽ നിന്നുള്ള കഫം വളരെ പലതരത്തിൽ വരുന്നുണ്ട്. രക്തം കലർന്ന് വരുന്നുണ്ട്. വരണ്ട പൊറ്റകൾ, ക്രസ് ക്യാപിറ്റലാണ്, പൊറ്റകളുണ്ട്, വരണ്ടിരിക്കുന്നു. വലതുവശത്താണ് കൂടുതൽ. എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ട് എൻ്റെ ചെറുപ്പത്തിൽ ഹോമിയോപ്പതി ചികിത്സയിൽ കൊണ്ടുപോയത് ഈ മൂക്കിലെ പൊറ്റ ആ ഒരു പ്രശ്നത്തിലായിരുന്നു തോന്നുന്നു. അത് രാമസാർ എന്ന് പറഞ്ഞ ഞങ്ങളുടെ നാട്ടിലെ നാട്ടുവൈദ്യൻ, ഒരു അമച്വർ ഫിസീഷ്യൻ, അതായത് ചികിത്സയിൽ പൂർണ്ണമായിട്ട് അത് മാറിപ്പോയി. ഗ്രീനിഷ്, പച്ച നിറത്തിൽ. ഇനി ഹാർഡ്, ഒഫൻസീവ്, പ്യൂർലൻ്റ്, തിക്ക് യെല്ലോ ഒക്കെ ക്യാപിറ്റൽ ലെറ്റേഴ്സിലാണ്. കട്ടിയുള്ളത്, ദുർഗന്ധമുള്ളത്, വല്ലാതെ സ്രവങ്ങളുണ്ടാകുന്നത്, മഞ്ഞ നിറത്തിലുള്ളത്. നോസിസ് റെഡ് ആൻഡ് സോളൻ, മൂക്ക് ചുവന്ന നിറത്തിരിക്കുന്നു, വിങ്ങിയിരിക്കുന്നു. മോസ്റ്റ് മാർക്കഡ് ടിപ്പ്, മൂക്കിൻ്റെ അറ്റത്താണ് ഏറ്റവും അധികം ഈ വിങ്ങലും ചുവപ്പ് നിറവും വരുന്നത്. കുറേസ ഫ്ലൂവൻ്റ് ആൻഡ് ഡ്രൈ, വെള്ളം പോലെ വരുന്നു, വരണ്ട് വരുന്നു സ്രവങ്ങൾ. ഡ്രൈനസ് ഇൻ നോസ്, മൂക്കിൽ വരണ്ട അവസ്ഥ. എപ്പിറ്റാക്സിസ് ഓൺ ബ്ലോവിംഗ് നോസ്, മൂക്ക് ചീറ്റുമ്പോൾ രക്തം ചീറ്റ് വരുന്നു. ഇച്ചിങ് ഓഫ് സ്കിൻ ഓഫ് നോസ് ആൻഡ് ഇൻസൈഡ്, മൂക്കിൻ്റെ തൊലിയിലും ഉൾഭാഗത്തും ഒക്കെ ചൊറിച്ചിൽ. നോസ് ഈസ് ഒബ്സ്ട്രക്റ്റഡ്, മൂക്ക് അടഞ്ഞിരിക്കുന്നു. ഒഫൻസീവ് ഓർഡർ ഫ്രം നോസ് ഒസീന, മൂക്കിൽ നിന്നും വല്ലാത്ത ദുർഗന്ധം വരുന്നു. പെയിൻ ഇൻ നോസ് അറ്റ് നൈറ്റ്, രാത്രിയിൽ മൂക്കിൽ വേദന. ഇൻ ബോൺസ് ഓഫ് നോസ്, മൂക്കിൻ്റെ അസ്ഥിയിൽ വേദന. ഓൺ ടച്ച്, സ്പർശിക്കുമ്പോൾ വേദന, പൊള്ളുന്ന വേദന, നൊമ്പരം, വ്രണങ്ങളിൽ നിന്ന് വേദന ഉണ്ടാകുന്ന പോലെ മൂക്കിൽ വേദന. റൈറ്റ് സൈഡ്, വലതുവശത്താണ് അപ്പോഴും പ്രൊമിനൻ്റായിട്ട് വരുന്നത്. പോളിപ്പസ് ഓഫ് നോസ്, മൂക്കിലെ ദശവളരിൽ. നോസ് വെരി സെൻസിറ്റീവ് ടു ടച്ച്, ഒരു സ്പർശനത്തോട് വല്ലാതെ സംവേദനക്ഷമത മൂക്കിലുണ്ട്. സ്മെൽ അക്യൂട്ട്, ലേറ്റർ ലോസ്റ്റ്, കേൾവിയുടെ കാര്യത്തിൽ പറഞ്ഞ പോലെ ഗന്ധവും വളരെ കൂടുതലായിട്ട്, ആവശ്യത്തിലധികം കൂടുതലായിട്ടുണ്ടാകുന്നു, പിന്നെ മണം കിട്ടാതെയാവുന്നു. ഫ്രീക്വൻറ്റ് സ്നീസിങ്, ഇടക്കിടക്ക് തുമ്മൽ, ചീറ്റൽ. സോളൻ നോസ്, വിങ്ങിയ മൂക്ക്, അത് ഇറ്റാലിക്സിലാണ്. അൾസറേഷൻ ഇൻ നോസ്, മൂക്കിലെ വർണ്ണങ്ങൾ, അത് ക്യാപിറ്റലാണ്. അൾസറേഷൻ ഓഫ് നോസ് വളരെ പ്രാധാന്യമുള്ളതാണ്. എപ്പിത്തീലിയം ഓഫ് ലിപ്പ്, ചുണ്ടുകളിൽ മുഴകൾ. ക്രാക്ക്ഡ് ലിപ്സ്, ചുണ്ട് വിണ്ടുകീർന്നു. ഡിസ്കളറേഷൻ ഓഫ് ഫേസ്, ഏർത്തി, പെയിൽ റെഡ്,
റെഡ് സ്പോട്ട്സ്. മുഖത്ത് നിറം മാറുന്നു, മണ്ണിൻ്റെ നിറം, വിളറിയ നിറം, ചുവന്ന നിറം, ചുവന്ന പൊട്ടുകൾ മുഖത്തുണ്ടാകുന്നു. ഇറക്ഷൻസ് ഓൺ ഫേസ്, ഫോർഹെഡ്, നോസ്, ആക്നെ, റസിയ, കൊമഡോൺസ്, crusty on nose, pimples on face and forehead, pustules, curve. അപ്പോൾ മുഖത്ത് ഇല്ലാത്ത പ്രശ്നങ്ങളില്ലെന്ന് പറഞ്ഞാൽ മതി. മുഖത്ത് കുരുക്കളുണ്ട്, നെറ്റിയിൽ കുരുക്കളുണ്ട്, മൂക്കിൽ കുരുക്കളുണ്ട്. മൂക്കിൽ ഉള്ളത് രാരിസാണ്. ആക്നെ, റൊസേഷ്യ, മുഖക്കുരുവല്ല, ചുവന്ന നിറത്തിൽ ഇങ്ങനെ പാടുകൾ, അവിടെ രക്തക്കൊള്ളുകൾ പ്രൊമിനൻ്റായിട്ട് കാണാം. അത് സ്ഥായിയായിട്ട് നിൽക്കുന്നതാണ്, ക്രോണിക് നേച്ചർ ഉള്ളതാണ്. കോമഡോൺസ്, മുഖത്ത് രോമകൂപങ്ങൾ പോലെ, മുഖത്തിങ്ങനെ നമ്മളിങ്ങനെ തരിതരി പോലെ മുഖത്തുണ്ടാകുന്നു. പൊറ്റ വരുന്നു, മൂക്കിൽ പൊറ്റ വരുന്നു, മുഖത്തും നെറ്റിയിലും മുഖക്കുരുക്കൾ, പസ്റ്റ്യൂൾസ്, പഴുപ്പുണ്ടാവുക തരം കുരുക്കൾ, സ്കർഫ്, താരൻ, തലയിൽ താരൻ ഉണ്ടാകുന്ന പോലെ മുഖത്ത് താരൻ. പെയിൻ ഇൻ ഫേസ്, മുഖത്ത് വേദന, റൈറ്റ് സൈഡ്, അവിടെയും മുഖത്തിൻ്റെയും വലതുവശമാണ്. വോഴ്സ് ഇൻ കോൾഡർ, തണുത്ത വായുവിൽ വേദന വർദ്ധിക്കുന്നു. ഇൻ പരോട്ടിക് ഗ്ലാൻസ്, ഇൻ സബ്നാക്സൽ ഗ്ലാൻസ്, മുഖത്ത് വരുന്ന ആ ഗ്രന്ഥികളിലൊക്കെ വേദനയുണ്ട്. ബേണിംഗ് പെയിൻ ഇൻ ലിപ്സ്, ചുണ്ടിൽ പൊള്ളുന്ന വേദന, അത് ടാരിസിലാണ്. ഡ്രോയിങ് ഇൻ ഫേസ്, സ്റ്റിച്ചിങ്, ടിയറിങ് ഇൻ ചീക്ക് ബോൺസ് ആൻഡ് ലോവർ ജോ, കവിളിലെ എല്ലുകളിൽ കീഴ്ത്താടിയിലൊക്കെ വലിച്ചു കീറുന്ന പോലുള്ള വേദന. പെർസ്പിറേഷൻ ഓഫ് ഫേസ്, കോൾഡ്, മുഖത്ത് തണുത്ത വിയർപ്പ്. സ്വെല്ലിംഗ് ഓഫ് ദ ഫേസ്, മുഖത്ത് വീങ്ങുന്നു. ചീക്സ്, കവിളുകളിൽ വീക്കം. ഗ്ലാൻസ് ഇൻ ജനറൽ, മുഖത്തെ ഗ്രന്ഥികളിലൊക്കെ വീക്കം വരാം. ചുണ്ടില്, പരോട്ടിക് ഗ്രന്ഥിയിൽ, സബ്നാക്സൽ ഗ്രന്ഥിയിൽ, ചുണ്ടുകളിൽ വ്രണങ്ങൾ, അൾസറേഷൻ. ആഫ്റ്റർ ഇൻ മൗത്ത് ആൻഡ് ഓൺ ടോങ്, വായിലും നാവിലും ചെറിയ സ്പോട്ട് പോലുള്ള വ്രണങ്ങൾ, വെളുത്തൊരു സ്പോട്ടും അതിന് ചുറ്റും ഒരു ചുവന്ന വൃത്തവും. ബ്ലീഡിംഗ് കംസ്, മോണയിൽ നിന്നും രക്തവാർച്ച ഉണ്ടാകുന്നു. ദ ടങ് ഈസ് ക്രാക്ഡ്, നാവ് വിണ്ടുകീറിയ പോലെ. ദ മൗത്ത് ഫീൽസ് ഹോട്ട്, വായിൽ ചൂട്. ഒഫൻസീവ്, ഓഫൻ പ്യൂട്രിഡ് ഓഡർ ഫ്രം മൗത്ത്, വായിൽ നിന്നും ദുർഗന്ധം വരുന്നു. സ്പീച്ച് ഈസ് ഡിഫിക്കൽട്ട്, സംസാരം പ്രയാസമാണ്. ദ ഗംസ് ആർ സോളൻ, മോണകൾ വിങ്ങി. ടേസ്റ്റ് ബിറ്റർ, ഇൻസിപ്പിഡ്, മെറ്റാലിക്, പ്യൂട്രിഡ്, സോർ, സ്വീറ്റഡ്, ലോസ്റ്റ്. അപ്പോൾ കയ്പ് രുചി, മധുരരുചി, എല്ലാത്തരം രുചികളും വായിൽ വരാം. രുചി നഷ്ടപ്പെടുന്ന അവസ്ഥയും വരാം. അൾസേഴ്സ് ഓൺ ഗംസ് ആൻഡ് ടങ്, മോണയിലും നാവിലും വ്രണങ്ങൾ. വെസൈക്കിൾസ് ഇൻ ദ മൗത്ത്, വായിൽ കുരുക്കൾ, പരുക്കൾ. കാരീസ് ഓഫ് ടീത്ത്, പല്ലിൽ പോട് വരുന്നു, ദ്രവിച്ച് പോട് വരുന്നു. സെൻസേഷൻ ഓഫ് ഇലോങ്ങേഷൻ ഓഫ് ടീത്ത്, പല്ല് നീണ്ടു വരുന്ന പോലെ തോന്നൽ. ഗ്രൈൻഡിങ് ടീത്ത് ഇൻ സ്ലീപ്പ്, ഉറക്കത്തിൽ പല്ല് കടിക്കല്. ദ ടീത്ത് ബിക്കംസ് ലൂസ്, പല്ലുകൾ ഇളകിപ്പോവുകയും ചെയ്യുന്നു. പെയിൻ ഇൻ ദ ടീത്ത്, വേർഡ്സ് ഫ്രം ടച്ച്, ഡ്രോയിങ്, സ്റ്റിച്ചിങ്, ടിയറിങ്, പല്ലിൽ വേദനയുണ്ട്, സ്പർശിക്കുമ്പോൾ വർദ്ധിക്കുന്നു. വലിക്കുന്ന പോലെ, കുത്തുന്ന പോലെ, വലിച്ചു കീറുന്ന പോലെ ഒക്കെ വേദനയുണ്ട്. ഇൻഫ്ലമേഷൻ ഓഫ് ത്രോട്ട് ആൻഡ് ടോൺസിൽസ് വിത്ത് ഇലോങ്ങേഷൻ ഓഫ് വ്യൂല, തൊണ്ടയിൽ ടോൺസിൽ ഗ്രന്ഥികളിലൊക്കെ വീക്കം, കുറുനാവ്, അത് നീണ്ടു വരുന്നു. സെൻസേഷൻ ഓഫ് എ ലംപ് ഇൻ ത്രോട്ട്, തൊണ്ടയിലൊരു കട്ടയിരിക്കുന്ന പോലെ, അടഞ്ഞിരിക്കുന്ന പോലെ. മച്ച് മ്യൂക്കസ് ഫോംസ് ഇൻ ദ ത്രോട്ട്, തൊണ്ടയിൽ ധാരാളം കഫം ഉണ്ടായി വരുന്നു. പെയിൻ ഇൻ ത്രോട്ട്സ് ഓൺ സോളോവിങ്, ബേണിംഗ്, സ്റ്റിച്ചിങ്, സ്ക്രാപ്പിംഗ്, ആഹാരം വിഴുങ്ങുമ്പോൾ തൊണ്ടയിൽ വേദന, പൊള്ളുന്ന വേദന, കുത്തുന്ന പോലെ വേദന, ചുരണ്ടുന്ന പോലെ വേദന. സൂപ്പറേഷൻ ഓഫ് ടോൺസിൽസ്, സോളോവിങ് ഡിഫിക്കൽട്ട്, ടോൺസിൽ ഗ്രന്ഥികൾ പഴുത്തിട്ട് വിഴുങ്ങാൻ, ആഹാരം ഇറക്കാൻ പ്രയാസം. സ്വെല്ലിംഗ് ഓഫ് ത്രോട്ട് ആൻഡ് ടോൺസിൽസ്, സ്വെല്ലിംഗ് ഓഫ് തൈറോയ്ഡ് ഗ്ലാൻഡ്സ്, തൊണ്ടയിൽ, ടോൺസിൽ ഗ്രന്ഥിയിൽ, തൈറോയ്ഡ് ഗ്രന്ഥിയിലൊക്കെ വീക്കം. അൾസറേഷൻ ഓഫ് ത്രോട്ട്സ്, ടോൺസിൽസ്, വ്യൂല, സിഫിലിറ്റി. അപ്പോൾ തൊണ്ടയിൽ വ്രണങ്ങൾ വരുന്നുണ്ട്, ടോൺസിൽ വ്രണങ്ങൾ വരുന്നുണ്ട്, കുറുനാവിൽ വരുന്നുണ്ട്. അതൊരു സിഫിലിറ്റിക് നേച്ചറാണ് അതിനുള്ളത്. ദ അപ്പിറ്റൈറ്റിസ് റൈവനസ്, വല്ലാതെ അമിതമായ വിശപ്പ്. പക്ഷെ അതോടൊപ്പം ആഹാരത്തോട് വിരക്തിയുണ്ട്, മാംസഭക്ഷണത്തോട് വിരക്തിയുണ്ട്. അപ്പോൾ അതൊരു വൈരുദ്ധ്യമുള്ളൊരു ലക്ഷണമാണ്, നമ്മൾ നേരത്തെ കണ്ടാണത്. ഡിസേർഡ് സ്റ്റിമുലൻസ്, ഉത്തേജക ദ്രവ്യങ്ങളോടുള്ള ഒരു മോഹം. കാപ്പി കുടിക്കാൻ മോഹം. കോൾഡ് ഡ്രിങ്ക്സ്, മിൽക്ക്, തണുത്ത പാനീയങ്ങളോട്, പാലിനോടൊക്കെ ഒരു താല്പര്യം. ഡിസ്റ്റൻഷൻ ഓഫ് സ്റ്റൊമക്ക്, വയറ് വീർത്ത് കെട്ടിയിരിക്കുന്നു. ഡൈജഷൻ വെരി സ്ലോ, എ സെൻസേഷൻ ഓഫ് എംപ്റ്റിനെസ്, ദഹനം വളരെ സാവകാശമാണ്. വയറ് കാലിയായിരിക്കുന്ന പോലെ തോന്നലും അതിനോടൊപ്പം ഉണ്ട്. വൈരുദ്ധ്യമുള്ള ലക്ഷണങ്ങൾ വയറുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ധാരാളം കാണാൻ സാധിക്കും. ഇറക്ടേഷൻസ്, വാട്ടറി, ബിറ്റർ, ടേസ്റ്റിംഗ് ഫ്രൂട്ട്, അൺമിനറേറ്റ്. അപ്പോൾ പുളിച്ചത് കെട്ടൽ, പച്ചവെള്ളം പോലെ കയ്പുള്ളത്, ആഹാരത്തിൻ്റെ രുചിയോടുകൂടി, നമുക്ക് കഴിച്ച ആഹാരത്തിൻ്റെ രുചി.
പിന്നെ ഇറക്ടേഷൻ കൊണ്ട് ഈ കുളിച്ച് കെട്ടലുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ വരുന്നത് കൊണ്ട് ഒരു ശമനവുമുണ്ട് പ്രയാസങ്ങൾക്ക്. ഫുൾനെസ് ഓഫ് ദ സ്റ്റൊമക്ക്, ഫ്ലഷസ് ഓഫ് ഹീറ്റ്, വയർ നിറഞ്ഞിരിക്കുന്ന പോലെ ചുട്ടുനീറ്റിൽ, ഹൈക്കഫ്, എക്കിട്ടം, അത് ക്യാപിറ്റൽ ലെറ്റേഴ്സിലാണ് കൊടുത്തിരിക്കുന്നത്, എക്കിട്ടം വരുന്നു. നോസി ആഫ്റ്റർ ഈറ്റിംഗ് ഡ്യൂറിങ് ഹെഡ് ഏക്ക്, ആഹാരം കഴിച്ച ശേഷം ഓക്കാനം വരുന്നു, തലവേദനയോടൊപ്പം ഓക്കാനം വരുന്നു. പെയിൻ ഇൻ ദ സ്റ്റൊമക്ക്, ബേണിംഗ്, കട്ടിങ്, പ്രസ്സിങ്, വയറ്റിലും എല്ലാ തരത്തിലുള്ള വേദനകളുണ്ട്. പൊള്ളുന്ന തരത്തിലുള്ള വേദന, വെട്ടുന്ന തരത്തിൽ, ഞെക്കുന്ന തരത്തിൽ, കുത്തുന്ന തരത്തിൽ. തേഴ്സ്റ്റ്, ബേണിംഗ്, എക്സ്ട്രീം, വല്ലാതെയുള്ള അങ്ങേറ്റ ദാഹം, പൊള്ളുന്ന പോലുള്ള ദാഹം. വോമിറ്റിംഗ്, ബൈൽ, പിത്തരസം, മഞ്ഞവെള്ളമൊക്കെ ഛർദ്ദിച്ചു പോകുന്നു. വയറും മറ്റുമൊക്കെ വല്ലാതെ കുഴപ്പത്തിലാണ്. കണ്ണ്, കഴുത്ത്, കാത് ഒക്കെ കുഴപ്പത്തിലാണ്. പക്ഷെ എല്ലാം തന്നെ വളരെ രൂക്ഷമായ, ചികിത്സിച്ച് ഭേദപ്പെടുത്താൻ മറ്റ് ചികിത്സാരീതിയിൽ വളരെയധികം പ്രയാസമുള്ള പ്രശ്നങ്ങളാണ്. ഇത്തരം ഔഷധങ്ങൾ ശരിക്കും മനസ്സിലാക്കി അതിന് ടോട്ടാലിറ്റി കണ്ടെത്തി അത് പ്രയോഗിക്കാൻ സാധിച്ചാൽ നിങ്ങൾക്ക് വിസ്മയകരമായ രോഗശാന്തികൾ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അത് നിങ്ങളെ ഈ ഗ്രന്ഥം പ്രാപ്തമാക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരു എപ്പിസോഡുകൂടി ഇത് തീരും. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.